ഇറാൻ തെരുവുകളിൽ സർക്കാർ അനുകൂലികൾ കൈയടക്കിയതോടെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകണമെന്ന് സമരക്കാരോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കെട്ടിടങ്ങൾ കയ്യേറണമെന്നും അമേരിക്കയുടെ സഹായം ആസന്നമെന്നും പ്രക്ഷോഭകർക്ക് ട്രംപിന്റെ ഉറപ്പ്. ആണവ പദ്ധതിയിലും മറ്റും ഇറാനുമായി ചർച്ചയില്ലെന്നും അമേരിക്ക. പ്രക്ഷോഭ പരിപാടികളിൽ ഇതുവരെ 2003 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. പ്രക്ഷോഭകാരികളെ അമർച്ച ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാൻ അംബാസിഡർമാരെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. ട്രംപും നെതന്യാഹുവുമാണ് പ്രധാന ശത്രുക്കളെന്ന് ഇറാൻ. പ്രക്ഷോഭകാരികളെ നേരിട്ട ഇറാനിയൻ രീതി അംഗീകരിക്കാനാകില്ലെന്ന് UN പ്രതികരിച്ചു. MC നാസർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഈ ഒരു പ്രക്ഷോഭം തുടരുന്നതിനിടെ 2000-ലധികം മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. അതിനിടയിലാണ് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന അമേരിക്കയുടെ നിലപാട്. ഇത് എത്രത്തോളം അപകടകരമാണെന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ജിന, പിന്നിട്ട 15 ദിവസത്തിലധികമായി തുടരുന്ന പ്രക്ഷോഭം ഇറാനിൽ ശക്തമായി തന്നെ തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ പ്രവിശ്യകളിൽ എത്രമാത്രം ശക്തമാണ് ഈ പ്രക്ഷോഭം എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇനിയും പുറത്തു വരുന്നില്ല. നേരെ മറിച്ച് ഇന്നലെ മുതൽ സ്ഥിതിഗതികളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നത് നാം കാണാതിരുന്നുകൂടെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെഹ്റാനിലും മറ്റും നടന്ന സർക്കാർ അനുകൂല പ്രകടനങ്ങളാണ്. കാരണം ഈ അമേരിക്കയും ഇസ്രായേലും പ്രത്യക്ഷത്തിൽ തന്നെ പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഇറാനിയൻ ജനത വളരെ ശക്തമായി തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ് ഇന്നലെയും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും സർക്കാർ അനുകൂലികളുടെ വലിയ തോതിൽ തന്നെയുള്ള പ്രകടനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ മരണം വലിയ തോതിൽ തന്നെ ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനവും പുറത്തു വരുന്നത്. ഔദ്യോഗികമായിട്ട് പ്രക്ഷോഭകാരികളുടേതായിട്ടുള്ള വെബ്സൈറ്റിലൂടെ അവർ വെളിപ്പെടുത്തുന്നത് 2003 പേർ കൊല്ലപ്പെട്ടുവെന്നാണ്. ഇറാനിയൻ ടെലിവിഷൻ ചാനലിൽ ഇന്ന് ഔദ്യോഗികമായി തന്നെ ഈ കണക്കുകൾ വ്യക്തമല്ല എങ്കിൽ പോലും ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു എന്ന ഔദ്യോഗികമായി തന്നെ ഒരു സ്ഥിരീകരണം ഇറാനിയൻ ടെലിവിഷൻ ചാനലിലൂടെയും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ പ്രക്ഷോഭകാരികൾക്ക് പൂർണ്ണ പിന്തുണയും അവർക്ക് സഹായം ആസന്നമാണ് എന്ന കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പും ട്രംപ് ഇന്ന് നൽകിയെന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു വാർത്ത എന്നത്. കാരണം ഈ നഗരങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും കൈയടക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി പ്രക്ഷോഭകർക്ക് മുമ്പാകെ ട്രംപ് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, തങ്ങൾക്കെതിരെ ഈ ആക്രമണം നടത്തുന്ന സുരക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെയും മറ്റും പേരുകൾ നിങ്ങൾ കുറിച്ചു വെക്കണം, അവർക്ക് വേണ്ടത് നാം കൊടുക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇതിനുള്ള മറുപടി എന്ന നിലയ്ക്ക് ഇറാൻ ദേശീയ സുരക്ഷാ സമിതിയുടെ സെക്രട്ടറി അലി ലാറിജാനി അല്പം മുമ്പ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെയും മറ്റും പേരുകൾ നോട്ട് ചെയ്യേണ്ടതില്ല. ഇറാനിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കൊലയാളികൾ 2 പേരാണ്. അതിൽ ആദ്യത്തെ കൊലയാളി ട്രംപാണ്, രണ്ടാമത്തെ കൊലയാളി നെതന്യാഹു ആണ് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് അലി ലാറിജാനി അല്പം മുമ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും പ്രക്ഷോഭം തുടരുന്ന ഒരു സാഹചര്യം, അരക്ഷിതാവസ്ഥ ഒക്കെ ഉണ്ട്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അടുത്ത നീക്കം എന്തായിരിക്കും എന്നത് തന്നെയാണ് ഇനി ഇറാനിയൻ സംഭവവികാസങ്ങളെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന ഘടകം. ഇന്ന് തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ട്രംപ് വിവിധ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ വളരെ പരിമിതമായ തോതിലുള്ള ഒരു ആക്രമണം മാത്രമായിരിക്കും ഉണ്ടാവുക. ഏതെങ്കിലും അർത്ഥത്തിലൊരു ദീർഘിച്ചു നിൽക്കുന്ന ഒരു ആക്രമണ പരമ്പരകളിലേക്കൊന്നും അമേരിക്ക നീങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളും അതിശക്തമായി തന്നെ ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അവിടെയുള്ള ഇറാൻ അംബാസഡർമാരെ വിളിച്ചു വരുത്തി ഈ പ്രക്ഷോഭത്തെ അമർച്ച ചെയ്യുന്ന രീതിയിലുള്ള തങ്ങളുടെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. UN മനുഷ്യാവകാശ സമിതിയും ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രത്യക്ഷമായ ഒരു ആക്രമണത്തിന് ഇതുവരെ അമേരിക്ക തയ്യാറായിട്ടില്ലെങ്കിലും ട്രംപ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് 25% തീരുവ എന്ന് പറയുമ്പോൾ അതും ഒരു തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയെ തന്നെ കാണണ്ടേ?
ജീന, തീർച്ചയായിട്ടും ഇത്തരം നടപടികൾ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക്, കൂടുതൽ വ്യാപ്തിയുള്ള ഒരു ആക്രമണത്തിലേക്ക് അമേരിക്ക നീങ്ങാനിടയില്ല. ഇതേപോലുള്ള ഇപ്പം ഇറാനുമായിട്ട് എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്തുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാത്രം പരിമിതമായിരിക്കുമോ? അതല്ല സൈബർ അറ്റാക്ക് പോലുള്ള ചില പരിമിതമായിട്ടുള്ള നടപടികളിൽ മാത്രം ട്രംപ് ഈ ആക്രമണം പരിമിതപ്പെടുത്തുമോ? അത് ഇനിയിപ്പം മുമ്പ് കഴിഞ്ഞ വർഷം നടന്നതുപോലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ തിരക്കിട്ട കൂടിയാലോചനകളിലൂടെ ട്രംപും അതോടൊപ്പം തന്നെ പെന്റഗൺ ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥിതിഗതികളെ അവർ വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് കാണുന്നത്. എല്ലാ സൈന്യത്തോടും ശക്തമായി തന്നെ നിലയുറപ്പിക്കാൻ ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇറാനും വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഇറാൻ സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്ന് അല്പം മുമ്പ് വന്നിരിക്കുന്നത്. കാരണം മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സുസജ്ജമാണ് തങ്ങളുടെ സൈനിക വിഭാഗങ്ങൾ. മേഖലയിലെ ശരി നാസർ, ഏതായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന ആശങ്കയാണ്. 2000-ലധികം പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. അമേരിക്കയും ഇസ്രായേലും കാര്യങ്ങൾ വഷളാക്കുന്നു എന്നാണ് ഇറാന്റെ പ്രതികരണം. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.